പലയിടത്തും ഇപ്പോൾ കാണുന്നത് പോലെയൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ കുറച്ചു പേരെ ചില ദേശത്തു നിന്നും കാശ് കൊടുത്തോ ഒക്കെ അല്ലെങ്കിൽ വണ്ടിയിലോ ഒക്കെ ഇറക്കുന്നത് പോലെ, ഇറക്കുമതി ചെയ്യുവാനും അല്ല പറയുന്നത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ആ കാലഘട്ടത്തിലും ഞാൻ എടുത്തു പറയുകയാണ്, നമുക്ക് ആ വാക്യത്തിൽ നിന്ന് അറിയാം, എൻ്റെ ജനമെന്ന് ദൈവത്തിന് പറയുവാൻ തക്കവണ്ണം ഒരു കൂട്ടം ഭൂമിയിലുണ്ടായിരുന്നു. ആ ജനത്തെ അടക്കി വെച്ചിരിക്കുന്ന ഒരു ശക്തിയായി അന്നത്തെ ഭരണാധികാരിയോ രാഷ്ട്രകൂടങ്ങളോ അതിൻ്റെ അനുഭവങ്ങളോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ ശക്തിയോട്, ലൗകിക ശക്തിയോട് അല്ലെങ്കിൽ പൈശാചിക ശക്തിയോട് ദൈവം കൽപ്പിക്കുവാൻ മോശയോട് ഉത്തരവാദിത്തപ്പെടുത്തി ഏൽപ്പിക്കുന്ന ഭാഗമാണ് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്നുള്ളത്. രാത്രി ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവ മക്കളായി അല്ലെങ്കിൽ ദൈവ മകനായി മകളായി തീർന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാത്തവരാരും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഥവാ അതിലെന്തെങ്കിലും സംശയമുള്ളവരോ അല്ലെങ്കിൽ ചഞ്ചലിപ്പുള്ളവരോ പ്രത്യാശയില്ലാത്തവരോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അവ മാറി ദൈവകൃപയിൽ ഏൽപ്പിച്ച് ഉറയ്ക്കുവാനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ആരാധിക്കേണ്ടവനാണ് ഞാൻ, ആരാധിക്കേണ്ടവളാണ് ഞാൻ. അതിനപ്പുറമായിട്ട് എനിക്ക് ഈ ലോകത്തിൽ മറ്റൊരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനം, മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, എന്നാൽ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുക എന്നുള്ളതാണ് എന്ന് പ്രത്യേകമായിട്ട് ഉറയ്ക്കുക. അത് കഴിഞ്ഞിട്ടേ മറ്റുത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ലോകത്തിന്റെ ജീവിത സാഹചര്യങ്ങളോ ഉള്ള ബന്ധത്തിലോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അത് ഉള്ളൂ. പ്രാരംഭ സമയത്ത് ദൈവദാസി ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർപ്പിച്ചായിരുന്നല്ലോ. നാം ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിനെയും സ്നേഹിക്കരുത് എന്നുള്ള വസ്തുതകളൊക്കെ ഓർപ്പിച്ചത് ദൈവമക്കളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവസേനയിലായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ സ്വത്രം ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ എൻ്റെ ജനമെന്ന് ദൈവം പറയുവാൻ ഇടയാകുന്ന ഒരു അനുഭവം അന്നും ഇന്നും ലോകത്തിൽ ഉണ്ട്. ഒരുപക്ഷെ ലോകത്തിന് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, ദൈവകൃപയിലായിരിക്കുന്ന ദൈവജനമായ നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കൂട്ടത്തിൽ ദൈവ മക്കളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മറ്റ് പല വേദഭാഗങ്ങളിലും അതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം 22-ാം വാക്യത്തിലും എസെക്കിയേൽ നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിലുമൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. മറ്റ് ചില വേദഭാഗങ്ങൾ പരോക്ഷമായിട്ട് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലും അപ്രകാരമുള്ള രേഖപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം, ദൈവത്തിന്റെ ജനം, ദൈവം അവരുടെ പിതാവ്, ജനം ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതായ ആ പദപ്രയോഗങ്ങൾ വളരെ ശക്തമായി, വളരെ ഗൗരവമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ചില വേദഭാഗങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദൈവം എടുത്തു പറയുകയാണ്. പഴയ നിയമത്തിലെ ചില ഉദ്ധരണിയാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിലും ദൈവം ആ കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. സ്തോത്രം. അതിൻ്റെ സ്തോത്രം 16-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും ആ കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. 2 കൊരിന്ത്യർ 6-ന്റെ 16-ാം വാക്യവും 18-ാം വാക്യവും. 16-ാം വാക്യത്തിൽ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. 18-ാം വാക്യത്തിൽ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ സ്തോത്രം 2 ശമൂവേൽ 7-ാം അധ്യായം 14-ാം വാക്യം അവിടെ വ്യക്തിപരമായി പറയുമ്പോൾ നീ എനിക്ക് മകനും ഞാൻ നിനക്ക് പിതാവുമായിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണുവാൻ കഴിയും. പൊതുവിൽ ദൈവം നമ്മുടെ പിതാവ് എന്ന് പറയുന്ന പദപ്രയോഗത്തെക്കാൾ ദൈവം എൻ്റെ പിതാവ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുവാൻ നമുക്ക് വ്യക്തിപരമായി കഴിയേണ്ടത് ഏറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കൂട്ടത്തിൽ ദൈവമക്കൾ എന്ന് പറയുന്നതിനേക്കാൾ
വ്യക്തിപരമായ ദൈവികമായ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയെ അരക്കിട്ടുറപ്പിക്കുവാൻ ദൈവവചനത്തിലൂടെ ആത്മീകമായി ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവിടെയാണ് നമ്മളും നമ്മുടെ ദൈവവുമായുള്ള ബന്ധം ശക്തമാകുന്നത്. ഇല്ലെങ്കിൽ കൂട്ടം വിട്ടുപോയാൽ നമ്മളും ഇല്ലാതെയായി പോകും. അതുകൊണ്ട് നമ്മ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നതും ദൈവകൃപയിൽ നിർത്തിയിരിക്കുന്നതും ദൈവം നമ്മെ ഉറപ്പിച്ചിരിക്കുന്നതും. അങ്ങനെ ദൈവം ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത അവന്റെ ദാസിദാസന്മാരായ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയ വിഷയം വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായി തന്നെ നിൽക്കുന്നു. എന്നാൽ അത് എത്രത്തോളം ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നാം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിലൊരു പ്രധാന വിഷയമാണ് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഈ ജനം ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ദൈവം അങ്ങനെയാ പറയുന്നത്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ദൈവം അങ്ങനെ എൻ്റെ ജനം എന്നാ പറയുന്നത്. പക്ഷെ ആ എൻ്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നത് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന്. ദൈവജനം മറ്റൊരു മേഖലയിലാണ്. ദൈവജനം എന്ന പേരുണ്ടെങ്കിലും അവരുടെ മേഖല, അവരുടെ ജീവിതം, അവരുടെ ശൈലി, അവരുടെ പ്രവർത്തനം, അവരുടെ ആരാധന, അവരുടെ മറ്റെല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിങ്കൽ നിന്നകന്ന് ദൈവിക ബന്ധമില്ലാത്ത ഒരനുഭവത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ആ കാര്യം എടുത്തു പറയുന്നത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ജനമായിട്ട് അവരവിടെ നിന്നിരുന്നുവെങ്കിൽ ദൈവത്തിന് ഈ ഒരു പ്രവൃത്തി അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അന്നത്തെ സാഹചര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാം. ഞാൻ അതിലോട്ട് പോകുന്നില്ല. അവർക്കതിന് പറ്റാത്തതും അടിമത്തത്തിൽ കഴിയുന്നതുമായ കാലഘട്ടമായിരുന്നു എന്നുള്ളത്, ഫറവോന്റെ അടിമത്തത്തിൽ കഴിയുന്ന കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അവർ ദൈവിക ബോധ്യത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ അവരായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരുക്കുവാനുള്ള വലിയൊരു വ്യഗ്രത അല്ലെങ്കിൽ വലിയൊരു താല്പര്യം, വലിയൊരു വാഞ്ച ദൈവത്തിനുണ്ടായിരുന്നു. അവർ ഫറവോന്റെ അടിമത്തത്തിൽ കഴിയുന്നെങ്കിലും കുഴപ്പമില്ലാതെയൊക്കെ അവിടെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. അവരവിടെ കഴിഞ്ഞോട്ടെ, എന്നെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ അവർക്കുണ്ട്, അവരെന്നോട് പ്രാർത്ഥിക്കുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് ദൈവം അവരെ ഒഴിവാക്കുന്ന ഒരു അനുഭവമല്ലായിരുന്നു. അതിൽ കൂടുതലായിട്ട് സ്തോത്രം, ദൈവത്തെ ആരാധിപ്പാൻ തക്കണം അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 8-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ ഈ ജനത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നവിടെ അവിടെ എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ജനം അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ദൈവം എടുത്തു പറയുന്നത്, എന്നോട് പ്രാർത്ഥിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാനല്ല പറയുന്നത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. പ്രാർത്ഥനയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ദൈവദാസി ആ കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. ദൈവവചനത്തിലൂടെ ദൈവവചന ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ദൈവമക്കൾ അത് തിരിച്ചറിയണം. പ്രാർത്ഥനയല്ല ആരാധന എന്നുള്ളത്. ആത്മീക ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ആ വിധത്തിൽ ക്രമീകരിപ്പാനും ദൈവം നമ്മെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യുവാനും നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. എന്നോട് പ്രാർത്ഥിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നോട് പ്രാർത്ഥിപ്പാൻ എൻ്റെ ജനമേ പുറപ്പെടുക, എന്നോട് പ്രാർത്ഥിപ്പാൻ എൻ്റെ ജനം ഉത്സാഹമുള്ളവരായിരിക്കുക എന്നുള്ള ആഹ്വാനം ചില ഭാഗങ്ങളിൽ നമുക്ക് തെളിയിക്കുവാൻ കഴിയുമെങ്കിലും അതല്ല വേദപുസ്തകത്തിന്റെ ആധികാരികതയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം തൻ്റെ ജനത്തെ ഇന്നും കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നത്. ദൈവജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ ദൈവജനം കടന്നു വരണം, ഒരുക്കമുള്ളവരായി തീരണമെന്ന് ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരെന്ന് ഞാൻ അറിയുന്നില്ല. സ്വത്രം, നമ്മുടെ സമൂഹം, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവം ദൈവിക ആരാധനയോട് എത്രമാത്രം ഉത്തരവാദിത്വവും ഗൗരവമുള്ളവരായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും നമ്മെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുവാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് സമർപ്പിക്കുകയും ഒന്നുകൂടി
വിചിന്തനം ചെയ്ത്, കർത്താവെ, അങ്ങയോടുള്ള ആരാധനയിൽ ഞാൻ എത്രമാത്രം വളരുന്നു, ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തിരിച്ചറിവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകമാണ് എന്ന് നമുക്കറിയാം. ആദിമ മാതാപിതാക്കൾ ആദമും ഹവ്വയുമാണെന്ന് നമുക്കറിയാം. ദൈവം അവരെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ചരിത്രവും സംഭവവും ഒക്കെ വേദപുസ്തകത്തിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ നമ്മൾ വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ട്. അവ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പ്രസ്താവിപ്പാൻ സമയമില്ലാത്തത് കൊണ്ട് പോകുന്നില്ല. എന്നാൽ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാനൊന്ന് വായിച്ച് ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ആക്കി. യഹോവയായ ദൈവം അവിടെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്ത ആദ്യത്തെ ഒരു പ്രവൃത്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. അവിടെ ഈ വായിക്കുന്ന സന്ദർഭത്തിൽ ആദം എന്ന് പറയുന്ന ഏക വ്യക്തിയെ ഉള്ളൂ. പിന്നീടാണ് ഹവ്വായെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ ആദമും ഹവ്വയും ആണും പെണ്ണുമായി അവർ ഒരുമിച്ചുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാകയാൽ ഈ മക്കളെ, അല്ലെങ്കിൽ ദൈവം സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചെടുത്ത മക്കളെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തോട്ടത്തിൽ കൊണ്ടുപോയി വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. ഈ ഭാഗം പലപ്പോഴും നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്നെനിക്ക് പറയാൻ അറിയത്തില്ല. എന്നിരുന്നാലും പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മൾ പലപ്പോഴും അതൊരു ലൗകികമായ ചിന്തകളോടുള്ള ബന്ധത്തിൽ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും എന്നുള്ള അവസ്ഥയോടുള്ള ബന്ധത്തിൽ, അതായത് ഭൗതികമായ ചിന്തകളോടുള്ള ബന്ധത്തിൽ ഒതുക്കിക്കളയുന്ന ഒരു അനുഭവമല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ അവസ്ഥയിലായിരുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ആദമും ഹവ്വയും 2-ാം അധ്യായം അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർക്ക് ലോകപരമായ യാതൊരു, ഇന്ന് നമ്മളായിരിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ കാര്യങ്ങളും അവർക്കില്ലായിരുന്നു. പകരം അവർ തേജസ്സിന്റെ ശരീരരൂപികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിധത്തിലായിരുന്ന അവരെയാണ് ഏദൻ തോട്ടത്തിൽ ദൈവം തോട്ടത്തെ വേല ചെയ്യുവാനും തോട്ടത്തെ സൂക്ഷിപ്പാനും ആക്കിയത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പണി ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിലോ നമ്മുടെ കൃഷിയിടങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നത് പോലെയൊക്കെ ആയുധങ്ങളും എടുത്ത് ഇങ്ങനെ വെള്ളവും കൂപ്പിയും ഒക്കെ ആയിട്ട് പോയി ജോലി ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ടാണോ ഒരു പക്ഷേ പലരും വീക്ഷിക്കുന്ന? അങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനപ്പുറമായ ഒരർത്ഥം, അതിനപ്പുറമായ ഗൗരവമേറിയ ഒരു ചിന്ത ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ മാനുഷിക ശരീരത്തിലല്ലായിരുന്നു ആദമും ഹവ്വയും അന്ന് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, ഒരു ഫിസിക്കൽ വർക്ക്, അല്ലെങ്കിൽ ഭൗതികമായ ജോലി, ശാരീരികമായ ജോലിയാണ് അവിടെ വേല ചെയ്യുക എന്നുള്ളത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ തെറ്റുപറ്റുകയില്ലേ എന്ന് ഒന്ന് ശാന്തമായി മനസ്സിലാക്കി, അതിനപ്പുറമായി ആത്മികമായ ഒരു ഉത്തരവാദിത്തം, ആത്മികമായ ഒരു ജോലി, ആത്മികമായ ഒരു ഗൗരവത ആണ് ദൈവം അവിടെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ അതായിരിക്കുകയില്ലേ ഈ സഭായുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അനുഗ്രഹവും ശ്രേഷ്ഠവുമായി തീരുന്ന നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നതും. പിന്നീട് പറയുന്നത് അതിനെ കാക്കുവാൻ ഒരു സെക്യൂരിറ്റി പണി ഏൽപ്പിച്ചു എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തോട്ടത്തെ സൂക്ഷിക്കുവാനുള്ള ആ ഗൗരവത ദൈവം അവരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തോട്ടം അന്യാധീനമായി പോകാതെ, ശത്രുവിന്റെ കരങ്ങളിൽ അകപ്പെടാതെ, ദുഷ്ടനാൽ തകർക്കപ്പെടാതെ അതിന്റെ മുഴുവൻ ചുമതലയും ദൈവം അവരെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ ഞാൻ കൂടുതൽ അതിന്റെ വാക്കുകൾ പറഞ്ഞു നീട്ടാതെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞ ആ ഭാഗം വിടട്ടെ. ഇന്നത്തെ സഭായുഗത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ സഭയാം തോട്ടമായിട്ട് ഒരുപക്ഷെ നാം അതിനെ ചിന്തിക്കുന്നുവെങ്കിൽ നാം ഒക്കെ
രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ആമേൻ ഈ കാലഘട്ടത്തിൽ സഭയാം തോട്ടത്തിൽ വേല ചെയ്യുവാനും സഭയാം തോട്ടത്തിന്റെ കാവൽക്കാരായി ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഉത്തരവാദിത്വം ആത്മീകമായി അതിന്റെ പിൻപിൽ മറഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ പിതാവിനെ അവിടെ തോട്ടക്കാരനെന്ന് ആമേൻ കർത്താവ് പരിചയപ്പെടുത്തുന്നു. പിതാവിന്റെ തോട്ടത്തിൽ ആമേൻ വേല ചെയ്യുവാൻ, പിതാവിന്റെ തോട്ടത്തെ കാവൽ ചെയ്യുവാൻ പുത്രന്മാരായ എന്നെയും നിങ്ങളെയും, മാനുഷികമായി പറഞ്ഞ പുത്രന്മാരോ പുത്രിമാരോ ആയ അല്ലെങ്കിൽ മനുഷ്യരായ എന്നെയും നിങ്ങളെയും ദൈവം ഈ തോട്ടത്തിലാക്കിയിരിക്കുന്ന ആത്മീയ ഗൗരവത ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിഞ്ഞ് അത് തന്നെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അത് കഴിയാതെ പോയ ജനത്തിന്റെ ഒരു അവസ്ഥയാണ് ആമേൻ നമ്മൾ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ആമേൻ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഏദൻ തോട്ടത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആമേൻ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവിടെ ഒരു ആരാധനയില്ലായിരുന്നു, പകരം അവിടെ ഒരു കൂട്ടായ്മയായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവായ ദൈവവും ആദമും ഹൗവയുമായുള്ള ഒരു കൂട്ടായ്മ ആമേൻ വെയിലാറുമ്പോൾ എന്നുള്ള ആമേൻ ആ പദപ്രയോഗം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ അപ്പനും മക്കളുമായുള്ള ഒരു കൂട്ടായ്മ. അപ്പനും മക്കളും എന്നുള്ള ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വേദവാക്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അപ്പനും മക്കളുമോ അതോ ഈക്വലൈസ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധമായിരുന്നോ? ആമേൻ ദൈവത്തോട് തുല്യത ഉള്ളവരായിട്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്, ഒരു ആമേൻ കൂട്ടായ്മയുടെ വലിയൊരു ബന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പനെ അനുസരിക്കുന്ന മക്കൾ എന്നുള്ള ഒരു അവസ്ഥയിലല്ല, അതിനേക്കാൾ ആമേൻ അപ്പോൾ തന്നെ തുല്യതയോടെ ചേർന്നു വരുന്ന അവസ്ഥയിൽ വലിയൊരു ബന്ധത്തിൽ അവർ നിൽക്കുന്നവരായിരുന്നു ആദമും ഹൗവയും ദൈവവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ഒരു ആരാധനയുടെ അനുഭവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതിനപ്പുറമായിരുന്നു അവരുടെ ബന്ധമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ 3-ാം അധ്യായത്തിൽ വെച്ച് തന്നെ ആ കാര്യങ്ങൾ തകർക്കപ്പെടുന്നു. ആമേൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, കള്ളൻ അറപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമല്ലാതെ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർ കള്ളന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ആരിൽ നിന്ന് തോട്ടത്തെ കാക്കുവാൻ ആദമനെയും ഹൗവയെയും അല്ലെങ്കിൽ ആദമനെ ദൈവം ഏൽപ്പിച്ചോ ആ കാവലിൽ അവർ പരാജയപ്പെട്ടു പോവുകയും കള്ളൻ അല്ലെങ്കിൽ ദുഷ്ടൻ അതിൽ കയറുകയും വേറൊരവസ്ഥയിൽ സാഹചര്യങ്ങളെ തകിടം മറിക്കുകയും ചെയ്തതാണ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം ആ കൂട്ടായ്മ ബന്ധം അവിടെ നഷ്ടപ്പെടുകയാണ്. ദൈവവും അല്ലെങ്കിൽ പിതാവും മക്കളുമായുള്ള ആ കൂട്ടായ്മ ബന്ധം അവിടെ നഷ്ടപ്പെട്ടതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം പിന്നീട് ദൈവം അബ്രഹാമിലൂടെ അല്ലെങ്കിൽ ഹാലലിയ നോഹയിലൂടെ ഹാനോക്കിലൂടെ ഇങ്ങനെ ആമേൻ കാലാകാലങ്ങളിൽ ചിലരെ തെരഞ്ഞെടുത്ത് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലും അത് ക്രമേണ പിന്നെ ആരാധനാ ബന്ധത്തിലേക്ക് മാറുന്ന ഒരു അനുഭവം ഗ്രാജുവലി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ. അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ആമേൻ ഈ വായിച്ചത്. യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയതിനെ കുറിച്ചൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ കൂട്ടായ്മ ബന്ധം വേറൊരു ശൈലിയിലേക്ക് മാറി ആരാധനാ ബന്ധമായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് മുന്നോട്ട് കടന്നു വരികയും ഇന്ന് വരെയും അതങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഒരനുഭവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ആത്മീകമായിട്ട് അറിയാവുന്ന വിഷയമാണ്. സഭയെക്കുറിച്ച് ദൈവം ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്ന പ്രധാനമായൊരു വിഷയം, സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതാണ് സഭ. ഇന്ന് നമ്മളിവിടെ കാണുന്ന സഭകൾ എന്ന് പറയുന്നത് ആമേൻ നാമധേയ സഭകളാണ്, പേരുകളാൽ അറിയപ്പെടുന്ന സഭകളാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരാത്മീകരല്ലെന്നല്ല, അവരിൽ ആത്മീകരില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പേരുകളാൽ അറിയപ്പെടുന്ന സഭ എന്നുള്ളതാണ് ആമേൻ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിനകത്തെല്ലാം ദൈവസഭയുടെ അംഗങ്ങളായ ദൈവമക്കൾ ഉണ്ട്, ഇതിനകത്തെല്ലാം ഉണ്ട്. എന്നാൽ ഈ സഭകളിൽ ഉള്ളവരെല്ലാം ദൈവമക്കളാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അത് തിരിച്ചറിഞ്ഞ് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ
സഭ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ, അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, അതായത് ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യാതിരുന്ന ആദമനെയും ഹവ്വയെയും പോലെ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്ന ആ ബന്ധത്തിൽ ആത്മീകമായി നിൽക്കുന്ന അനുഭവങ്ങളിൽ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇന്നും സഭയിലൂടെ സാക്ഷാത്കരിച്ച് കാണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദി എക്സാൾട്ടേഷൻ ഓഫ് ഗോഡ്, ദി എഡിഫിക്കേഷൻ ഓഫ് ദി സെയിൻസ് ആൻഡ് ദി ഇവാഞ്ചലൈസേഷൻ ഓഫ് ദി വേൾഡ്. അതായത് ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ ഉയർത്തി നിർത്തുക. എത്രത്തോളം നമുക്ക് ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തി നിർത്തുക സഭയുടെ ചുമതല അതാണ്. സഭ ദൈവത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുകയല്ല, സഭയ്ക്ക് മുകളിൽ ദൈവത്തെ ഉയർത്തി നിൽക്കുക. അത് സഭയുടെ കൂട്ടായ ചുമതലയാണ്. അതിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വമുള്ളവരാണ് ഞാനും നിങ്ങളുമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. സഭയെക്കുറിച്ച് മറ്റൊരു ഉദ്ദേശം അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരുടെ ഉയർച്ച, അഭിവൃദ്ധി, അനുഗ്രഹം, അവരുടെ എഡിഫിക്കേഷൻ, അവരുടെ വളർച്ച. വിശുദ്ധന്മാരുടെ വളർച്ച സഭയിലൂടെയാണ് നടക്കേണ്ടത്, ലോകത്തിലൂടെ അല്ല. ഇന്ന് വിശുദ്ധന്മാരുടെ വളർച്ച പലപ്പോഴും നടക്കുന്നത് ലോകത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്കത് തെറ്റിദ്ധാരണയായി തോന്നുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അമേരിക്കയിലൂടെ വളരുന്ന വിശുദ്ധന്മാരുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൂടെ വളരുന്ന വിശുദ്ധന്മാരുണ്ട്, പിന്നെ മറ്റു പല വഴികളിലൂടെയൊക്കെ വളരുന്ന വിശുദ്ധന്മാരുണ്ട്. അത് പോട്ടെ, നമുക്കത് വിഷയമല്ല. വിശുദ്ധന്മാരുടെ അഭിവൃദ്ധി, അനുഗ്രഹം, ഉയർച്ച, വളർച്ച സഭയിലൂടെ സാധ്യമാകേണ്ട വിഷയമാണ്. വിശുദ്ധിയും വേർപാടും ഒക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്. അതോടൊപ്പം ലോകത്തെ സുവിശേഷീകരിക്കുക എന്നുള്ളതും സഭയുടെ ലക്ഷ്യമാണ്. അത് സഭയുടെ ലക്ഷ്യമാണ്. സഭയുടെ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാന വിഷയമാണ് ലോകത്തെ സുവിശേഷീകരിക്കുക. ദൈവത്തോട്, സഭയിൽ ഉൾപ്പെട്ട വിശുദ്ധന്മാരോട്, ലോകത്തോട്, ഇങ്ങനെ ത്രിമാന തലത്തിൽ സഭയെ കുറിച്ചുള്ള ആ ഉദ്ദേശം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും കഴിയുകയും അതിനായിട്ട് നാം ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപകള ഇല്ലാതെയാക്കുവാനാണ്, ഈ പർപ്പസിന്, ഈ ലക്ഷ്യത്തെ തകർത്ത് കളയുവാനാണ് ശത്രു ശ്രമിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അവൻ ആശ്രാന്ത പരിശ്രമം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞ് പിന്നത്തേതിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവജനത്തെ വിട്ടയക്കപ്പെട്ട അനുഭവം പുറപ്പാട് പുസ്തകത്തിലൂടെ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ ജനം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ആരാധനയുടെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിൽ എത്തി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ആ തലം എന്താണെന്ന് ഇന്നത്തെ സഭാ മക്കൾ അല്ലെങ്കിൽ ദൈവജനം, ഇന്നത്തെ ദൈവസഭയുടെ ഉത്തരവാദിത്വം വഹിക്കേണ്ട ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമായ വിഷയമാണ്. 32-ാം അധ്യായത്തിന്റെ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ താഴോട്ടുള്ള വേദഭാഗങ്ങളൊക്കെ അത് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ 6-ാം വാക്യം വരെ ഞാൻ മൊത്തത്തിൽ വായിക്കുന്നില്ല. ഇടയ്ക്ക് ചില വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. എന്നാൽ 1-ാം വാക്യം, എന്നാൽ മോശ പർവ്വതത്തിൽ നിറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്ന് കൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അഹരോനോട്, ഇപ്പോൾ ഈ ജനത്തിന്റെ ലീഡറായിരിക്കുന്ന അഹരോനാണ് മോശ താൽക്കാലികമായി അവരിൽ നിന്ന് അല്പം അകലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പർവ്വതത്തിലായിരിക്കുന്ന ചില ദിവസങ്ങളിലെ ഒരു സംഭവമാണ് അവിടെ, ചില ദിവസങ്ങളിലെ ഒരു പാക്കേജിന്റെ കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ജനം എന്താ ചെയ്തത്? എന്നാൽ മോശ പർവ്വതത്തിൽ ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടു. ജനം ഒരു പുതിയ കാഴ്ചപ്പാടിൽ എത്തുകയാ. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ഞങ്ങളോട് പറഞ്ഞിട്ടൊക്കെയാ പോയെ, പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അവിടെ ചിലപ്പോ കുറച്ച് വസ്തുവോ തോട്ടോ മെച്ചോ ഒക്കെ കിട്ടി അവിടെ അങ്ങ് സ്ഥിര താമസമാക്കി കാണുമായിരിക്കുമോ എന്നൊക്കെയുള്ള, അത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്, വേദപുസ്തകത്തിലില്ല കേട്ടോ. അങ്ങനെ അവർ ചിന്തിച്ചിട്ട് അവരൊരു കാഴ്ചപ്പാടിലെത്തി, മോശ വരുവാൻ താമസിക്കുന്നു, ഇനി അവൻ ചിലപ്പോൾ വന്നില്ലെന്നും വന്നേക്കാം, അതുകൊണ്ട്
മോശയില്ലാതെ, മോശ ഉള്ളപ്പോൾ മോശ മതിയായിരുന്നു, എന്നാൽ മോശയെ പോലെ മറ്റൊരാൾ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റുകയില്ല. ആ സ്ഥാനത്ത് അഹരോൻ ഞങ്ങൾക്ക് പോരാ. അതുകൊണ്ട് മോശയെ പോലെ ഞങ്ങളുടെ മുൻപിൽ ഇതുവരെ നടന്നതുപോലെ നടക്കുവാൻ ഞങ്ങൾക്കൊരു സാഹചര്യത്തെ ഉണ്ടാക്കി തരണം എന്ന് അഹരോനോട് പറഞ്ഞപ്പോൾ അഹരോൻ ചെയ്ത പ്രവൃത്തികളൊക്കെ നമുക്കറിയാം. ഞാനങ്ങ് വായിച്ചു പോയേക്കാം, ശ്രദ്ധിച്ചാൽ മതി. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും കാതിലെ പൊൻകുണുക്കുകൾ പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞ് ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അഹരോൻ അവര് പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തു കൊടുക്കുവാൻ കാഴ്ചപ്പാടുള്ള ഒരു പ്രവാചകനായി, ഒരു പുരോഹിതനായി, ഒരു ലീഡറായി, ഒരു പാസ്റ്ററായി മാറുകയാണ്. അഹരോൻ ഇപ്പോൾ ജനത്തിന്റെ പാസ്റ്ററാണ്. മോശ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അഹരോനാണ്. മോശ ഇല്ലാത്തപ്പോൾ മോശയ്ക്ക് പകരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അഹരോനാണ്. അഹരോനോട് ജനം വന്ന് അവരുടെ കാഴ്ചപ്പാടിന് പ്രകാരം ചില കാര്യങ്ങൾ പറഞ്ഞു. ദൈവിക കാഴ്ചപ്പാടിന് പ്രകാരമല്ല, ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ വിട്ടതാണ്. അവർ കണ്ട കാഴ്ചപ്പാട്, അവർ കണ്ട സ്വപ്നമെന്നോ അവർ കണ്ട കാഴ്ചപ്പാടെന്നോ അവരുടെ മനസ്സിൽ തോന്നിയെന്നോ അവരുടെ ഉദ്ദേശമെന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് അഹരോനോട് ജനം പറഞ്ഞപ്പോ അഹരോൻ അങ്ങനെ ചെയ്യുവാൻ ജനത്തിന്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് അഹരോൻ നിന്നു കൊടുക്കുകയല്ല, ജനത്തിന്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ മക്കളെ, ഈ അപകടകരമായ ആ ആത്മീക അനുഭവം ഇന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും നമ്മുടെ സഭാതലങ്ങളിലും നമ്മുടെ ആത്മീക മണ്ഡലത്തിലും നമ്മിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവകൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ലഘൂകരിക്കുകയാണ്. അങ്ങനെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ആമേൻ, വാർത്തുണ്ടാക്കി. എന്നിട്ട് 4-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗം വായിക്കുന്നു. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് അഹരോൻ അത് കണ്ടപ്പോൾ, 5-ാം വാക്യം, അഹരോൻ അത് കണ്ടപ്പോൾ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. 5-ാം വാക്യത്തിൽ അടുത്തതാണ് രസകരമായ കാര്യം. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. കാളക്കുട്ടി ഉണ്ടാക്കിയത് അഹരോനാണ്. അതിന്റെ മുൻപിൽ യാഗപീഠം പണിതത് അഹരോനാണ്. ഇത് കാളക്കുട്ടിയാണെന്നും സ്വർണം കൊണ്ടോ പൊന്നുകൊണ്ടോ ഒക്കെ പണിഞ്ഞതാണെന്നും അവർക്കെല്ലാവർക്കും അറിയാമായിരിക്കെ, ദൈവത്തിന്റെ പ്രതിപുരുഷനായി മോശയ്ക്ക് പകരം ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതൻ അല്ലെങ്കിൽ അഹരോൻ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, ഇസ്രായേലേ, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവമുണ്ട്. പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? കാളക്കുട്ടിയാണ്. പറയുന്നത് എന്താണ്? യഹോവയുടെ ഉത്സവം എന്നാണ്. കാളക്കുട്ടിയെ തോളിലേറ്റിക്കൊണ്ടോ, കാളക്കുട്ടിയെ എഴുന്നള്ളിച്ചുകൊണ്ടോ, കാളക്കുട്ടിക്ക് യാഗം അർപ്പിച്ചുകൊണ്ടോ ആമേൻ ആയിരിക്കുമ്പോഴും പറയുന്നത് യഹോവയുടെ ഉത്സവം എന്നാണ്. അന്ന് കാലത്ത് അതങ്ങനെ ആമേൻ അക്ഷരാർത്ഥത്തിൽ നടന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളെ പലപ്പോഴും ആത്മീയ അനുഭവങ്ങളുടെ ഇന്നത്തെ ആമേൻ ആത്മീയ മണ്ഡലത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ ദുഃഖത്തോടെ നമുക്ക് ചിന്തിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ലേ? ഇന്ന് ആമേൻ അക്ഷരാർത്ഥത്തിൽ അതുപോലെ കാണുന്നില്ലെങ്കിലും ആമേൻ മറ്റൊരർത്ഥത്തിൽ, മറ്റൊരു രൂപത്തിൽ ഇതേ അവസ്ഥയല്ലേ സഭയുടെ അവസ്ഥയെന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും മുൻപിലുള്ള അനുഭവങ്ങൾ ആമേൻ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ദുഃഖത്തോടെ ആമേൻ ആ കാര്യങ്ങളെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ച്, കർത്താവേ ഹല്ലേലൂയ, നിന്നെ ആരാധിപ്പാൻ, നിന്റെ ജനത്തെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനുള്ള ആമേൻ അവസാന സമയങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ആമേൻ നടന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ വെച്ച് ദൈവത്തിന്റെ പേര് പറഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത അതേ ജനത്തിന്റെ അതേ ലാഘവത്വം, അതേ ബുദ്ധി, അതിനേക്കാൾ തന്ത്രപരമായ ബുദ്ധിയും ആമേൻ പ്രയോഗങ്ങളും ഇന്ന് കാലഘട്ടങ്ങൾ നടക്കുമ്പോൾ അതിനോട് എതിർത്ത് നിന്ന് പോരാടുവാൻ തക്കവണ്ണം അന്ന് മോശ നിന്നതുപോലെ, കൂട്ടത്തിൽ മോശ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും മോശയുടെ കൂടെ ഇല്ല. അഹരോൻ, മോശയുടെ സഹോദരൻ അഹരോൻ ഇല്ല.
മറ്റാരുമില്ല. മോശ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതുപോലെ ഈ നാളുകളിൽ ആത്മീയ പോർക്കളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വന്നാലും അതിനായി സധൈര്യം നിൽക്കുന്ന ദൈവമക്കളെയാണ് ഈ നാളുകളിൽ ദൈവത്തെ ആരാധിപ്പാനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ ആ ഗൗരവതയുടെ ആത്മീയ തലത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായി കർത്താവ് നമ്മെ സഹായിക്കുകയും കരുതുകയും ചെയ്യട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിക്കാം. യഹോവയുടെ ഉത്സവമെന്ന് അഹരോൻ പറഞ്ഞിട്ട് അവർ അടുത്തത് 6-ാം വാക്യം കൂടി വായിച്ച് നിർത്തുകയാണ്. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങൾ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ജനം ഭക്ഷിപ്പാനും ഇരുന്നു, കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ സ്തോത്രം. യഹോവയുടെ ഉത്സവമെന്നും ആമേൻ സ്തോത്ര പേരുണ്ടെങ്കിലും നടക്കുന്നത് മറ്റു പലതുമാണ് എന്നുള്ളത് അവിടുത്തെ സംഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വസ്തുതകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാകയാൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഇന്ന് രാത്രി കാലം ആ വിഷയത്തോട് ചേർത്ത് നിർത്തി നാം അപ്രകാരമായി തീരാതിരിപ്പാൻ തക്കവണ്ണം നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഗൗരവത്തോടെ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പുതിയ നിയമത്തിൽ നിന്ന് ആമേൻ സ്തോത്രം ഒരു വാക്യം കൂടി അതിനോട് ചേർന്ന് വായിച്ച് ആ ഭാഗം വിടുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ അവസരമെടുക്കുന്നില്ല. അതിന്റെ 5-ാം വാക്യം, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെയും ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. 6-ാം വാക്യത്തിൽ പിന്നെയും എടുത്തു പറയുന്നു, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, പിന്നെ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. മുമ്പേ ദൈവദാസി കാര്യങ്ങൾ ഓർപ്പിച്ചപ്പോൾ ഐഡൽ വർഷിപ്പിനെ കുറിച്ചും വിഗ്രഹാരാധനയെ കുറിച്ചും ഒക്കെ പരാമർശിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പൗലോസ് എടുത്തു പറയുകയാണ്, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. തിന്നുന്നതും കുടിക്കുന്നതും കളിക്കുന്നതും അതിൻ്റെ ആ പദപ്രയോഗങ്ങൾ വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. തിന്നുകയും കുടിക്കുകയും ഒക്കെ നമുക്ക് ഭൗതികമായ നിലപാടുകളിൽ ആവശ്യമാണെങ്കിലും അത് വിഗ്രഹാരാധനയായി മാറാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ആത്മീക ജീവിതത്തെ പരിപാവനതയോടെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തീറ്റിയും കുടിയും മറ്റ് സ്നേഹബന്ധങ്ങളിലൂടെയുള്ള കൂട്ടുബന്ധങ്ങളിലൂടെയുള്ള ഓരോ കാര്യങ്ങളും കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്ന നിലയിലുള്ള പല പല കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളാം. ആ കാര്യങ്ങളൊക്കെ വിഗ്രഹാരാധനയായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ മാറുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവസന്നിധാനത്തിൽ വിശുദ്ധിയോടെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ആമേൻ സ്തോത്രം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ഉം 18-ഉം വാക്യം മുമ്പേ ഞാൻ വായിച്ചിരുന്നല്ലോ. അതിനോട് ചേർന്നുള്ള ചില വാക്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുന്നു. 14-ാം വാക്യം, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നീതിയും അധർമ്മവും തമ്മിൽ ഒരുമിച്ച് പിടിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ആമേൻ. ഒന്നുകിൽ അധർമ്മത്തിന്റെ പുറകെ പോയി പാപവഴിയിലേക്ക് നീങ്ങുക, അല്ലെങ്കിൽ നീതിയുടെ പുറകെ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് പോകുവാൻ ഒരു ദൈവവേദന ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വേദപുസ്തകം, ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു. ഈ വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് യോജ്യത? ദൈവമക്കൾ വെളിച്ചത്തിനുള്ളവരാണ്, അവർ വെളിച്ചത്തിൽ നിൽക്കുന്നവരായി തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിടുകയാണ്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ക്രിസ്തുവും വിഗ്രഹവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. അത് തിരിച്ചറിയണം. എന്നിട്ട് ഇതിന്റെ ചുരുക്കം പറയാ, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ഇന്ന് കാലഘട്ടത്തിൽ നാം ലക്ഷിക്കുമാറ്
ലോകത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ മുൻപിൽ ചുറ്റുപാടുകളിൽ നോക്കിയാൽ വിശ്വാസികളോ ഏതാണ്, അവിശ്വാസികൾ ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ലോകത്തിൽ ദൈവമക്കൾ അത്രത്തോളം അധംപതിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, യോജിപ്പില്ലാത്തിടത്ത് നിന്ന് ഏത് വിഷയത്തിലായാലും മാറി നിൽക്കുവാൻ, ദൈവകൃപയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ആ ആലയത്തിൽ ദൈവദാസൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവം നമ്മിൽ വസിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ആമേൻ, സ്തോത്രം. 17-ാം വാക്യം, നമ്മൾ ദൈവത്തിന്റെ ആലയമാകയാൽ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. ജീവിതത്തിൽ ഹാലലിയ സൂക്ഷിക്കേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലുണ്ട്. അവകൾ ദൈവവചനത്തിലൂടെ, പുതിയ നിയമത്തിലൂടെ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട്. അവകളെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം, 16-ഉം 17-ഉം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവദാസൻ മുമ്പേ ആ വാക്യം ഓർപ്പിച്ചിരുന്നു. ദൈവത്തിന്റെ മന്ദിരം, അടുത്ത വാക്യം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആത്മീകരെന്ന് നടിക്കുന്നവരുടെ ഇടയിൽ ദൈവമക്കളെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പലരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ അവർ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് വിധിക്കുവാൻ അവകാശമില്ലെങ്കിലും കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുവാൻ ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. സ്വയം നമ്മെ ഈ 6-ാം അധ്യായം 17, 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17, 14, 15 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ അതിന് വിപരീതമായി നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ ദൈവം നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ ശരീരമാകുന്ന, നമ്മുടെ ഈ ഭൗതിക ശരീരമാകുന്ന ദൈവത്തിന്റെ മന്ദിരത്തെ പാപത്തിന്റെ വഴികളിലൂടെ നാം നശിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ വിശുദ്ധിയുടെ വഴിയിലൂടെ അതിനെ വളർത്തുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നില്ലെങ്കിൽ, അതിനായിട്ട് നമ്മെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, സ്തോത്രം, ദൈവം നശിപ്പിച്ചു കളയുമെന്നാ പറയുന്നത്. നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിയാൽ മതി, ബാക്കി ദൈവം പൂർത്തീകരിച്ചുകൊള്ളും എന്നാ പറയുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമുക്കറിയാമല്ലോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദിരജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഈ വക കാര്യങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം നശിപ്പിക്കേണ്ട ഒരവസ്ഥ വരികയില്ല. അതിന് പകരം 19, 20, 21 വാക്യത്തിൽ വായിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോയാൽ അവിടെ ദൈവം അതിനെ നശിപ്പിക്കേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഈ ശരീരം ദൈവത്തിനുള്ളതാകയാൽ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. ദൈവനാമത്തിൽ നിൽക്കുവാനുള്ളതാണ്. ദൈവനാമത്തിൽ വെളിപ്പെടുത്തുവാനുള്ളതാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് അതിൽ ഉപരിയായി ദൈവീയ കാര്യങ്ങളിൽ വ്യാപൃതരായി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്ത് ആത്മീകമായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആ ഗൗരവത നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ വചനങ്ങളെ കേട്ടനുസരിച്ച്, ശ്രദ്ധയോടെ കേട്ട് എന്നവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കണം, അനുസരിക്കണം. അത് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കണം. അപ്രകാരമുള്ള ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ദൈവസഭയുടെ അംഗങ്ങളായി നിന്നുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തെ ഉയർത്തുന്നവരായി, വിശുദ്ധന്മാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നവരായി, സുവിശേഷീകരണത്തിന്റെ, ലോക സുവിശേഷീകരണത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം പരാജയമായി തീരും.
എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2-3 കാര്യം കൂടി വേഗത്തിലൊന്ന് ഓർപ്പിച്ച് ഞാൻ നിർത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സമയം മുന്നോട്ട് പോകുന്നല്ലോ. സഭയെക്കുറിച്ചുള്ള ആമേൻ സ്തോത്രം ലക്ഷ്യം ആമേൻ, ഞാൻ അതിൻ്റെ പ്രധാനമായൊരു ഭാഗം പറഞ്ഞു തീർത്തു. എന്നാൽ ഇന്ന് കാലത്ത് ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി ആമേൻ നാം ചെയ്യേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്നതുമായ ദൈവവചനാധിഷ്ഠിതമായ ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആരാധന എന്നുള്ളത് ആമേൻ സ്തോത്രം സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം സാറാഫുകളുടെ ആരാധനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഹാലേലുയ സ്തോത്രം ജീവികളും ആമേൻ സ്തോത്രം അങ്ങനെ ഹാലേലുയ ദൈവ സാന്നിധ്യത്തിലെ ആമേൻ ആരാധനയും അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഹാലലി ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം ആമേൻ സ്തോത്രം. ഞാൻ ഏദൻ തോട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ആരാധനയല്ലായിരുന്നു, അതിലുപരിയായി വ്യത്യസ്തമായ മറ്റൊരു തലം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. എന്നാൽ പിൽക്കാലങ്ങളിൽ വന്നപ്പോൾ അത് ആരാധനയിലേക്ക് മാറ്റപ്പെട്ടു മാനുഷികമായ അവസ്ഥയിൽ എന്നിരുന്നാൽ പോലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴുമുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ആരാധിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ പണി നോക്കി നരകത്തിലോ പിശാചിന്റെ വഴി എങ്ങനെ വേണേലും നമുക്ക് പോകാൻ ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ ദൈവം പൈതലായി നിൽക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാധന ആമേൻ ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനമായ വിഷയമാണ്. ആമേൻ സ്തോത്രം. അതിനായിട്ടാണ് ദൈവം നമ്മിൽ വസിക്കുന്ന ആമേൻ ഈ മന്ദിരത്തിൽ, നമ്മുടെ ഭൗതിക ശരീരമാകുന്ന ഈ മന്ദിരത്തിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുക. മറ്റൊന്ന് ആമേൻ ഫെലോഷിപ്പ്, കൂട്ടായ്മ. ഏദൻ തോട്ടത്തിൽ അതായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദമും ഹവ്വയും ആമേൻ ദൈവവുമായുള്ള ബന്ധം ഒരു കൂട്ടായ്മ ബന്ധമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലും ദൈവമക്കളുടെ ഇടയിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനമായൊരു വിഷയമാണ് കൂട്ടായ്മ ബന്ധം. ചിലരുണ്ട് ആരാധന മാത്രമേ ഉള്ളൂ, മറ്റാരുമായി ഒരു ബന്ധമോ കൂട്ടായ്മയോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലോ ഇടപെടലോ ഒന്നുമില്ലാതെ അവർ മാത്രമെന്നുള്ള ആമേൻ അവസ്ഥയിൽ പോകുന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവരങ്ങനെ പൊക്കോട്ടെ, നമ്മൾ അവരെ കുറ്റം വിധിക്കുകയല്ല. എന്നാൽ ഒരു ദൈവബലനെ സംബന്ധിച്ച് ആരാധനയോടൊപ്പം ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കൂട്ടായ്മ ബന്ധം സഭയ്ക്കകത്തെ കൂട്ടായ്മ ബന്ധത്തിന്റെ കാര്യമല്ല. ദൈവ മക്കൾ തമ്മിൽ, വിശുദ്ധന്മാർ തമ്മിൽ ആമേൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവജനം തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധം. അത് ആമേൻ ഏതു വിധത്തിലുമാകാം. പ്രാർത്ഥനയിൽ ഓർക്കുന്നതിലൂടെ ആകാം, ഏതെങ്കിലും കാര്യങ്ങളിൽ സഹായിക്കുകയോ ബന്ധപ്പെടുകയോ ഫോൺ ചെയ്ത് സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്ന വിഷയങ്ങളിലൂടെയോ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്കതെങ്ങനെ കൊണ്ടുവരുവാൻ പറ്റും വിധത്തിൽ നമ്മുടെ കൂട്ടായ്മയെ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം, സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അത്യാവശ്യമായ വിഷയമാണ്. ആമേൻ ശിഷ്യത്വം, ആമേൻ ശുശ്രൂഷ, ആമേൻ സുവിശേഷീകരണം ഒക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളോട് ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ദൈവകൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആമേൻ ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ ലക്ഷ്യം ആമേൻ അതാണ്. ആരാധനയിലൂടെ ദൈവത്തെ ഉയർത്തുക. ദൈവത്തെ ആരാധനയോട് ഉയർത്തുമ്പോൾ വിശുദ്ധന്മാരുടെ ഹല്ലേലൂയ ആമേൻ അഭിവൃദ്ധിയും അനുഗ്രഹവും ആമേൻ അതിലൂടെ വിശുദ്ധന്മാർ ആമേൻ അഭിവൃദ്ധിപ്പെടുന്നവരായി, ആത്മീയമായി വളരുന്ന അഭിവൃദ്ധിപ്പെടുന്നവരായി എന്ന് പറയുമ്പോൾ ഭൗതികമായ പണസമ്പാദനത്തെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായി അവർ വളരുന്നവരായിരിക്കും. മറ്റു കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അപ്പോൾ തന്നെ ആമേൻ സുവിശേഷീകരണത്തിന്റെ ദൗത്യം സഭയിലൂടെ, നമ്മിലൂടെ, സഭയുടെ പാർട്ടായിരിക്കുന്ന നമ്മിലൂടെ ശക്തമായി നടക്കുവാൻ ഇടയാകും. അതിലൂടെ ആമേൻ സ്തോത്രം, അതിലൂടെ ആമേൻ കൂട്ടായ്മയുടെ ഫെലോഷിപ്പിന്റെ വലിയൊരു ബന്ധം ആമേൻ ഒരു ആത്മീയ ശൃംഖലയായി ദൈവമക്കളുടെ ഇടയിൽ ലോകം മൊത്തം, ഒരുപക്ഷെ നമ്മൾ അറിയാത്ത ആളുകളുടെ അടുക്കലേക്കും നമ്മുടെ ഫെലോഷിപ്പ് ചിലപ്പോൾ എത്തിയേക്കാം. നമുക്ക് വ്യക്തിപരമായി അവരെ അറിഞ്ഞില്ലെന്ന് വരാം. എന്നിരുന്നു അത് ആത്മീയ തലത്തിൽ ദൈവത്താൽ നമ്മിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. ഈ നാളുകളിൽ ഹല്ലേലൂയ എൻ്റെ ജനം എന്ന് വിളിക്കുന്ന ദൈവമക്കളായ ഞാനും നിങ്ങളും, എൻ്റെ അപ്പ, എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തെ വിളിക്കുന്ന ഞാനും നിങ്ങളും, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ
ആത്മീയ കൂട്ടായ്മ മനുഷ്യരായിട്ട് മാത്രമല്ല ദൈവവുമായുമുള്ള ബന്ധത്തിൽ ആ കൂട്ടായ്മയുടെ ശക്തമായ ബന്ധം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആത്മീയമായി മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും ആമേൻ ഇങ്ങനെ കാണുകയോ അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ ചെയ്യുവാൻ ദൈവം അവസരം തരട്ടെ. അല്ല എങ്കിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ആ ശ്രേഷ്ഠതയുടെ വലിയ നാളുകൾക്കായിട്ട് ഹല്ലേലൂയ, ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ ഉറപ്പിച്ചെടുത്ത ഉറപ്പിന്റെ വഴികളിലൂടെ ശ്രേഷ്ഠമായി നടത്തുവാൻ ദൈവം നമ്മോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്ന പ്രിയ ദൈവദാസിയോടും ഇത്രത്തോളം സമയം എന്നോട് കൂടെ ആയിരുന്ന പ്രിയ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും കരുണയോടെ കാക്കുകയും ചെയ്യട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. വചനത്തിന്റെ ആഴത്തിലേക്ക് കർത്താവിന്റെ ദാസൻ ശക്തമായി നമ്മുടെ നടുവിൽ ശുശ്രൂഷ ചെയ്തിരിക്കാൻ താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ആശീർവാദം പറയാമോ? പറയാം. പ്രാർത്ഥിക്കുമോ ആരെങ്കിലും? അതോ ഞാൻ തന്നെ പ്രാർത്ഥിക്കട്ടോ? പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ ദൈവദാസി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകമായ ഒരു ശുശ്രൂഷ ഈ നാളുകളിൽ നൽകി കർത്താവെ നിന്റെ ജനത്തെ ആരാധനയിലും കൂട്ടായ്മയിലും ഒരുമിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ അന്ത്യകാലഘട്ടത്തിൽ നിന്റെ ദാസി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാൽ സ്തോത്രം. അതിന് വിഘാതം വരാതെ, അതിന് തടസ്സം വരാതെ, ദുഷ്ടന്റെ യാതൊരു കെണിയും നിന്റെ ദാസിക്കെതിരെ ഉയരാതെ കർത്താവെ ഹല്ലേലൂയ പല വിധത്തിലും ആമേൻ സ്തോത്രം അതിനെതിരെ ആണികൾ തറയ്ക്കുവാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. ആണികളെയൊക്കെ ഇന്ന് രാത്രികാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ദാസിയുടെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിൽ നിന്നും ആമേൻ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്നും പിഴുതെറിയുകയാണ്. ദൈവശക്തിയുടെ വ്യാപാരത്താലുള്ള ആമേൻ സ്തോത്രം നിറവുകൾ പ്രാപിച്ചെടുത്തുകൊണ്ട് ഒരു പ്രത്യേക കാഴ്ചപ്പാടോടെ ആമേൻ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേകമായ നിന്റെ ദാസിയെ ആമേൻ അഭിഷേകം ചെയ്യണമേ. കൂടെയുള്ളവരെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവം സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അവരെല്ലാവരും കർത്താവിന്റെ നാമമഹത്വത്തിനായി ദൈവത്തെ ഉയർത്തുന്നവരായിരിക്കാൻ തക്കവണ്ണം കർത്താവെ അവരെല്ലാവരെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരുടെ അഭിവൃദ്ധിക്കായി ആമേൻ ഉയർച്ചയ്ക്കായി ഹല്ലേലൂയ ദൈവം അവരെല്ലാവരെയും നിർത്തണമേ. അവർ വിശുദ്ധന്മാരായിരിക്കാൻ അവരും അവൻ വിശുദ്ധമതികളായിരിക്കാൻ അവരും ഉയർച്ച പ്രാപിപ്പാൻ സഹായിക്കണമേ. ലോക സുവിശേഷീകരണത്തിന് ആവശ്യമായ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയുടെ അലക്ഷ്യം അതിന്റെ പൂർത്തീകരണത്തിൽ ആമേ ചെയ്തെടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും വലിയവരാ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധത്തെ ദൃഢമായി നിർത്തി ആത്മീകമായി മുന്നേറുവാൻ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങൾക്ക് പരിമിതികൾ ഒരുപാടുണ്ട് കർത്താവെ. ഒത്തിരി ഹാലിലെ പ്രയാസങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ അവകളെയൊക്കെ മറികടന്ന് പോകുവാനുള്ള കൃപ ഉന്നതത്തിൽ ദാനം ചെയ്തോ അവിടെ നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കണ്ണുള്ള കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ രാത്രികാലം പ്രാർത്ഥനയോടെ ഹാലലി ഞങ്ങൾ പിരിയട്ടെ കർത്താവേ. ദൈവനും ചിന്തിപ്പാനും ഹാലലിയ ആമേ കേൾക്കുവാനും പറയുവാനും ഞങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ചല്ലോ. പിന്നെയും സഹായിക്കണമേ. ആമേൻ. അങ്ങയുടെ ഹിതം വരെയും അങ്ങയുടെ നാൾ വരെയും അങ്ങയുടെ ഹിതപ്രകാരം മാത്രം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കും. സകല മാനവും മഹത്വവും അവിടെ നിന്നെടുക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ബലപ്പെടുത്തി ഏൽപ്പിക്കുന്ന കർത്താവ് എല്ലാവരും ബലം പ്രാപിച്ച് ശക്തരായി തീരുവാൻ അവിടെ സഹായിക്കണം. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച എവിടെയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ആലോചനയും കേൾക്കപ്പെട്ട വചനത്തോടും നാം എവരോടും ഈ ശുശ്രൂഷയോടും ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ശക്തമായി വ്യാപരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ ജയന്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം.